ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴയ്ക്ക മീനും. പണ്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്ന ഒരു വിഭവമാണ് വാഴയ്ക്ക മീനും തേങ്ങ അരച്ച് വയ്ക്കുക എന്നുള്ളത്. അതിപ്പോൾ ഇന്ന് അതിന് വയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു, എപ്പോഴും പറയാറുള്ളൊരു കറിയാണ്. അതിന് ഇന്നിപ്പോൾ മീൻ കിട്ടി, അയിലയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാമെന്ന് കരുതി. പണ്ട് തലയും വാലും ഒക്കെ മുറിച്ച് നടുഭാഗം വറുക്കും, തലയും വാലും ഒക്കെ വാഴയ്ക്ക അരിഞ്ഞ് അതിൻ്റെ കൂടെ വയ്ക്കാറാണ് പതിവ്. ഇത് 3 വാഴയ്ക്കയും ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ വറുക്കാനുള്ളത് മാറ്റി വെച്ചു. അതിൻ്റെ കൂടെ തലയും വാലും വാഴയ്ക്കയും മീനും വയ്ക്കാനായിട്ട് വെച്ചു. ഉപ്പും മുളകും മഞ്ഞളും കൂടെ എടുത്തിട്ട് അതിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കുഴച്ചതിന് ശേഷം അത് മീൻ നടുക്കഷ്ണം തിരുമ്മി വെച്ചു. നന്നായിട്ട് കുഴച്ച് മീൻ ഓരോന്നോരോന്നായിട്ട് വരട്ടി കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചു. പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യണത്. പണ്ട് മീൻ കൂടുതലൊക്കെ കിട്ടുമ്പോൾ ഓരോന്നിങ്ങനെ പുളിയില, കുറച്ചെടുത്ത് പുളിയില, കുറച്ചെടുത്ത് വറുക്കുക, കുറച്ചെടുത്ത് മീൻ കറിയാക്കുക, പിന്നെ തലയും വാലും ഒക്കെ എടുത്ത് ചിലപ്പോൾ വാഴയ്ക്കയും മീനും വയ്ക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നാളായിട്ട് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പം തോന്നി ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം വെച്ച് കുടപ്പുളിയാണ് ഇതിന് വേണ്ടത്. കുടപ്പുളി ഒരു 2-3 കഷ്ണം കുടപ്പുളി വേവിക്കാനായിട്ട് ഒരു ചട്ടിക്കകത്ത് വയ്ക്കുക. പിന്നെ 3 വാഴയ്ക്ക എടുത്തു. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കണം. പുളി അതിൻ്റെ ഇടയ്ക്ക് ചോറും അതിൻ്റെ ഇടയ്ക്ക് വെന്തു. മീനവിടെ മാറ്റി വെച്ചു. ഇതാണ് വാഴയ്ക്ക അരിയണത്. ഇങ്ങനെയാണ് വാഴയ്ക്ക ഇങ്ങനെ കഷ്ണമായിട്ട് റൗണ്ടായിട്ട് ആദ്യം അരിഞ്ഞിടണം. അത് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് നീളത്തിൽ വീണ്ടും അരിഞ്ഞ്, പിന്നെ തലയും വാലുമുള്ള മീൻ കഷ്ണം ആ പുളിവെള്ളത്തിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ ഈ വാഴയ്ക്കയും കൂടെ ഇടും. അതിൽ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇത്രയും ഇട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് വാഴയ്ക്ക അതിൻ്റെ കൂടെ വാഴയ്ക്ക അരിഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കി എല്ലാം കൂടെ ഒന്നിച്ചിടാൻ പിന്നെ കുഴപ്പമില്ല. ഒന്നിച്ചങ്ങോട്ട് വെന്താൽ മതി. വാഴയ്ക്ക നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അത് എടുത്ത് ഇതിൻ്റെ കൂടെ ഇടുക. അത് തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചതും അതിനകത്ത് ചേർക്കണം. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇതങ്ങോട്ട് വേവിക്കുക വാഴയ്ക്കയും മീനും. അപ്പോൾ അത് ഇളക്കി വെന്ത് വരുമ്പോൾ പിന്നെ മീനിൻ്റെ ഇതൊന്നും കാണില്ല. മീനായിട്ട് നമുക്ക് കാണില്ല, വാഴയ്ക്കയാണ് നമ്മൾ കാണുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ടേസ്റ്റാണത്. വെന്ത് കഴിയുമ്പോൾ വേറെ കറികൾ ആവശ്യമില്ല. അത് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നുണ്ട്, അത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അത് വെന്ത് കഴിയുമ്പോൾ നല്ലോണം തിളച്ച് വെന്ത് കഴിയുമ്പോൾ അതങ്ങോട്ട് ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയ തീയിൽ അവിടെ ഇരുന്ന് വേവണം. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ. അത് കഴിഞ്ഞ്
ചെറിയ തീയിലാക്കി അവിടെ നിന്ന് 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ പിന്നെ മീൻ വറുക്കാനായിട്ട് അവിടെ വെച്ചിരുന്നു, ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറേ കറിവേപ്പില ഇട്ടു. അപ്പോൾ അവിടെ തിരുമ്മി വെച്ചിരുന്ന മീൻ അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് അതും വറുക്കുന്നു. അത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഫ്ലെയിം കൂട്ടി വെക്കണം. അത് കഴിഞ്ഞ് പിന്നെ മീൻ ഇട്ട് കഴിയുമ്പോൾ തിളയൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ സ്ലോയിൽ വെക്കണം. കുറച്ച് നേരം അതവിടെ ഇരുന്ന് അടിഭാഗം ഒരുവിധം ആയിന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് അത് വറുത്ത് വരാവുന്നതാണ്. അതിലേക്ക് കുറച്ച് മീനിൻ്റെ ഒരു മീനിന് മുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ അതിൻ്റെ നടുവിലേക്ക് ഇടാമെന്ന് വിചാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ തിരുമ്മി ചേർന്ന മുളകും ഒക്കെ തന്നെ അതിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് മീൻ മുട്ട. വെറുതെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പോഴത്തേക്കും ചോറായി. ഇപ്പോഴത്തെ ദോശമാവ് അതിൻ്റെ ഇടയ്ക്ക് ദോശമാവ് അരച്ചു. അത് ഒഴിക്കണം. അതിൽ നിന്ന് പുളി എടുത്ത് മാറ്റി വെച്ചു. പുളി തടയണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചൊഴിച്ചു. നന്നായിട്ട് ഇളക്കുക. കുറച്ച് വെളിച്ചെണ്ണയുടെ നല്ല പച്ച വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ച് പതുക്കെ തിള വന്നു കഴിയുമ്പോൾ അത് വാങ്ങി വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് ഇനി പതുക്കെ തിള വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. മീനും ആയിട്ടുണ്ട്. മീൻ തിരിച്ചിട്ടു. മീൻ എടുക്കാറായിട്ടുണ്ട്.